മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ 5ാം പതിപ്പിന് ഇന്ന് തുടക്കമാകുന്നു. 4 ദിവസങ്ങളിലായി തിരുവനന്തപുരം കനകക്കുന്നിലാണ് അക്ഷരോത്സവം നടക്കുന്നത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമായി സാഹിത്യ സാംസ്കാരിക കലാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അക്ഷരോത്സവത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അമൽ തേനമ്പറമ്പിലാണ് കനകക്കുന്നിൽ നിന്ന് ചേരുന്ന. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന ഒരു സെഷനും അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അമൽ, രാവിലെ ഏതൊക്കെ സെഷനുകളാണ്? പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. അക്ഷര വസന്തമാണ് കനകക്കുന്നിൽ. തലസ്ഥാനത്തേക്ക് അക്ഷരപ്രേമികൾ ഒഴുകിയെത്തുന്ന കാഴ്ച. ഇപ്പോൾ ഔദ്യോഗികമായ ഉദ്ഘാടനം വൈകിട്ട് 3 മണിക്ക് നിശാഗന്ധിയിൽ വെച്ചാണ് നടക്കുന്നത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി ഇപ്പോൾ നിരവധി പരിപാടികൾ പല വേദികളിലായി നടക്കുകയാണ്. നമ്മൾ നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാന വേദി, മാതൃഭൂമി ഹാൾ. അവിടെ ഇപ്പോൾ വി ഡി സതീശൻ ബഹുസ്വരത എന്ന വിഷയത്തിൽ സംസാരിക്കുകയാണ്. മാതൃഭൂമിയുടെ ഇത്തവണത്തെ അക്ഷരോത്സവത്തിന്റെ ആ ഒരു ആശയത്തിലൂന്നിയാണ്, അതായത് ബഹുസ്വരത വെല്ലുവിളി നേരിടുന്ന കാലങ്ങളിൽ ബഹുസ്വര സഞ്ചാരങ്ങൾ എന്നുള്ളതാണ് ഇത്തവണത്തെ അക്ഷരോത്സവത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. നിരവധി ആളുകൾ ആ വിഷയത്തിൽ സംസാരിക്കാനായി എത്തുന്നുണ്ട്. സാഹിത്യ ലോകത്ത് നിന്ന് മാത്രമല്ല, കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് വരുന്ന 4 ദിവസങ്ങളിലായി ഇവിടേക്ക് എത്തുന്നത്. 400ഓളം അതിഥികൾ നമുക്ക് ഇത്തവണയുണ്ട്. അവർ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പ്രമുഖരുടെ വലിയ നിര തന്നെയാണ് ഇവിടേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ സാംസ്കാരിക ഉത്സവത്തിന് പുറമെ കലാപരിപാടികളും നിരവധി പരിപാടികളും ഈ നിശാഗന്ധിയിൽ അരങ്ങേറും. ഇന്ന് വൈകിട്ട് രാംചരന്റെ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പരിപാടികളുണ്ട്. രാവിലെ തന്നെ തിരക്കാണ്. എന്തായാലും ബി ഡി സതീശന്റെ പരിപാടിക്ക് അപ്പുറത്തേക്ക് അല്പസമയത്തിനകം തന്നെ ഈ അരിക്കൊമ്പനും തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സംവാദം നടക്കുന്നുണ്ട്. ടി പത്മനാഭന്റെ സംവാദം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല പ്രഭാഷണങ്ങളും നടക്കുന്നുണ്ട്. നിശാഗന്ധിയുടെ ഈ നമ്മൾ ഈ കാണുന്ന മരത്തണലുകളെല്ലാം വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും തീപാറുന്ന ചർച്ചകൾക്കും ഉജ്ജ്വല പ്രഭാഷണങ്ങൾക്കും ഒക്കെ വേദിയാകും. എന്തായാലും ഇവിടേക്ക് വരുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. വലിയ ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സാഹിത്യോത്സവം തന്നെയാണ് ഇത്തവണ മാതൃഭൂമി ഒരുക്കുന്നത്. അതിൻ്റെ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഔദ്യോഗിക ഉദ്ഘാടനം ഉച്ചയ്ക്ക് ശേഷം നടക്കും. രതീഷ്.